ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാർദമായ സ്വാഗതം, നമസ്കാരം. ഞാൻ സുനിൽ ഇടമുറി, ഡൽഹിയിൽ നിന്നാണ് ഈ സൂം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം നേരിട്ട് ഇറങ്ങി വരാറില്ല. പക്ഷേ പല പല സാഹചര്യങ്ങൾ നമ്മളെ തെളിയിച്ചിട്ടുണ്ട് സർവേശ്വരനായ ദൈവം പലപ്പോഴും നമ്മുടെയൊക്കെ കഷ്ടപ്പാട് കാണുമ്പോൾ മറ്റുള്ളവരുടെ രൂപത്തിലായിരിക്കും വരുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം വന്നിരിക്കുന്നത് ഡെഫി NFT എന്ന ബിസിനസ് പ്ലാനിന്റെ രൂപത്തിലാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡെഫി NFT മാർക്കറ്റ് പ്ലേസ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഇതേ കോൺസെപ്റ്റ് ഇതുവരെ ഈ ലോകത്ത് എങ്ങും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് മറ്റുള്ള പല പ്ലാറ്റ്ഫോമുകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പണ്ടും ഇതുപോലെ NFT പ്ലാനുകൾ വന്നിരുന്നുവെന്ന്. പക്ഷെ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, പുതിയതായിട്ട് വന്ന മെമ്പേഴ്സ് ആണെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഡെഫി NFT ദൈവമായിട്ട് കൊണ്ടുവന്നൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പല പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പല നഷ്ടത്തിന്റെയും കടക്കണികളിലും പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പല ആളുകളുടെ അവസ്ഥ ഇന്ന് പരിതാപകരമാണ്. കാരണം നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളും നമ്മളെ കളിപ്പിച്ച് വഞ്ചിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും നമുക്ക് അങ്ങനെ നഷ്ടങ്ങളല്ല വരേണ്ടത്. കാരണം നമ്മളൊക്കെ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളുണ്ടാവാം. ആ ദൈവം ഒന്ന് നേരിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നേരിട്ട് വരാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഡെഫി NFT എന്ന ഈ ഒരു പ്രോഗ്രാം ദൈവം നേരിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചതാണ്. കാരണം നിങ്ങളുടെ കടബാധ്യതകൾ മാറണമെങ്കിൽ ഈ ഒരു പ്ലാനിനെ നിങ്ങൾ പഠിക്കുക. ആരാണ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ബിസിനസ് കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ ക്രിപ്റ്റോ ജീവിതം 2014 തുടങ്ങിയതാണ്. അതിനുശേഷം നിരവധി പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇന്ന് മാർക്കറ്റിൽ ഇല്ല. പക്ഷെ ഡെഫി NFT എന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ ഒരാൾക്കും ₹1 പോലും ഇവിടെ നഷ്ടപ്പെടത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് 1 മാസം കൊണ്ട് നിങ്ങൾ കണ്ടതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ആരാണ് പ്രൊമോഷൻ ചെയ്യേണ്ടതെന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു പ്ലാറ്റ്ഫോം ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഇതിന്റെ ആധികാരികത എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഡെഫി NFTയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫി NFT 100% ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള പ്രകാരം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ സാധാരണ സൂം എടുക്കുന്ന പോലെ അല്ല പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ കഷ്ടപ്പാട് ജീവിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഇതിനെ നിങ്ങൾ തുച്ഛീകരിച്ച് തള്ളിക്കളയരുത്. കാരണം സെപ്റ്റംബർ 1-ാം തീയതി ആരംഭിച്ച് ഇന്ന് ഒക്ടോബർ 2 1 മാസവും 2 ദിവസവുമാണ് ഇന്ന് ആയിട്ടുള്ളത്. ഈ സമയത്തിനുള്ളിൽ തന്നെ നിരവധി ലക്ഷാധിപതികളെ സൃഷ്ടി, ഒരാളെ പോലും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും ലക്ഷാധിപതികളായ നിരവധി ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു മാസത്തിൽ 90% പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. സുഹൃത്തുക്കളെ, ഏത് ബിസിനസ്സിലാണ് നമുക്ക് ഒരു മാസം 90% ലാഭം കിട്ടുന്നത്? അതും ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രയവിക്രയം, അതായത് ഒരു ട്രേഡിങ്ങിലൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. പല ആളുകൾക്കും സംശയമാണ്, ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇത് കൊടുക്കാൻ പറ്റും. അതിനാണ് ദൈവം എന്നൊരു ശക്തിയുണ്ട്. ആ ഒരു ശക്തി ഇതിന്റെ ക്രിയേറ്ററിലൂടെ നമ്മളിൽ എത്തിച്ചത്. ഇന്നത്തെ ഈ ഒരു സൂം മീറ്റിംഗിൽ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത്.
ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, പിന്നീട് നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഓണർഷിപ്പ് ഇല്ല, ഒരു അഡ്മിൻ ഇല്ല, ഒരു കമ്പനി ഇല്ല, ഒരു അതോറിറ്റി ഇല്ല, ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഫുള്ളി ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് എഴുതിയിട്ടുള്ളതിൽ ഒരു വള്ളിയോ പുള്ളിയോ എഴുതി തുടച്ചു മാറ്റാനോ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാനോ പറ്റത്തില്ല. കാരണം ബ്ലോക്ക് ചെയിനിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും, അതുപോലെ തന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നതും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇവിടെ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡെഫി NFT മാത്രമാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. പക്ഷെ അതൊക്കെ അതിന് മുമ്പും വന്ന പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ കോപ്പിയും അതേ രീതിയിലുള്ള പ്ലാനുകളൊക്കെയാണ്. പക്ഷേ ഡെഫി NFTക്ക് ഇതിന് മുമ്പ് ഒരു പ്ലാൻ വന്നിട്ടില്ല, ഇതിന് ശേഷവും വരാൻ പോകുന്നില്ല. കാരണം ഇതിനൊരു ബേണിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഡെവലപ്പറിന് മാത്രമേ ആ ഒരു മെക്കാനിസം അറിയത്തുള്ളൂ, എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഡെഫി NFTയെ പോലെ ഒരു പ്ലാറ്റ്ഫോം ഇതിനു മുമ്പ് വന്നിട്ടില്ല, ഇനിയും വരത്തുമില്ല. കാരണം ഇതിന് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെവലപ്പർ മാത്രമേ ഇതിന്റെ വേറെ കോപ്പി ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ, അല്ലാതെ ഒരാളും ഇതിന്റെ കോപ്പി ഉണ്ടാക്കി വേറെ കൊടുക്കത്തില്ല. കാരണം അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഇതിനുള്ളിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഡെഫി NFT ഒരു ഓണർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. നമുക്ക് ഒരു പൈസ പോലും തേർഡ് പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യാതെ നമ്മുടെ സ്വന്തം വാലറ്റിൽ പൈസ വെച്ച് ട്രേഡ് ചെയ്ത് ഓരോ മാസവും 90% ലാഭം. നിങ്ങളോർക്കും വലിയ പൈസ എടുക്കുന്നവർക്കായിരിക്കും 90% എന്ന്. അല്ല, ഏറ്റവും ചെറിയ ഫണ്ട് മുടക്കിയവർക്ക് പോലും 90% മാസം ലഭിക്കുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജെന്യൂൻ സിസ്റ്റമാണ് ഡെഫി NFT എന്നത്. നമുക്ക് ഇന്നത്തെ സൂമിന്റെ പ്രസന്റേഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു ഡെഫി NFT മാർക്കറ്റ് പ്ലേസ്. സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ ഡൊമൈൻ നെയിം ആണ് DefiNFT.live. വെൽക്കം മെസ്സേജില് ഡെഫി NFT ഈസ് എ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം റെവല്യൂഷനൈസിംഗ് ഡിജിറ്റൽ ഓണർഷിപ്പ് ആൻഡ് ക്രിയേറ്റർ കോമ്പൻസേഷൻ. Artists can easily mint NFTs, list them for sale and earn recurring royalties automatically with every secondary sale. Powered by smart contracts, DeFi NFT eliminates middleman and ensure fair collectors and community alike. Second parallel പറഞ്ഞിരിക്കുന്നതാണ് DeFi NFT is a truly decentralized NFT marketplace, meaning there is no central authority or human intervention. Every action from minting and listing to selling and royalty distribution is governed entirely by smart contract, ensuring transparency, security and fairness for all users. ഇതിന്റെ അർത്ഥം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കും മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ പറയാം, ഇത് 100% ഡീസെൻട്രലൈസ്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാ ഡീസെൻട്രലൈസ് ആയത്, വെരിഫൈ ചെയ്തിട്ടില്ല. എന്താണ് ഡീസെൻട്രലൈസ് എന്നും എന്താണ് വെരിഫൈ എന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ചോദിക്കുന്നത്. പല ആളുകളും പറഞ്ഞു കേട്ടുവരാണ് വെരിഫൈ ചെയ്തില്ല. എന്താണ് വെരിഫൈ ചെയ്യുന്നതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. ഇവിടെ വെരിഫൈ ചെയ്യാത്തതിന്റെ കാര്യം ഞാൻ ആദ്യം തൊണ്ട് പറഞ്ഞു തന്നെ പറയാം. കാരണം നിങ്ങളോടൊക്കെ പല ആളുകളും പറയുന്നുണ്ടാവും ഡീസെൻട്രലൈസ് ആണെന്ന് പറഞ്ഞു, വെരിഫൈ അല്ല എന്ന്. ഡീസെൻട്രലൈസും വെരിഫൈയും തമ്മിൽ രണ്ടും ആനയാടും വ്യത്യാസമാണ്. നമ്മളെ കണ്ട വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒന്നിൽ പള്ളിയിലെ അമ്പലത്തിൽ അല്ലെങ്കിൽ എവിടെ വെച്ചാലും കല്യാണം കഴിച്ചതിന് ശേഷം സർക്കാരിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണത് നോർമലി ലീഗലാകുന്നത്. അല്ലെങ്കിൽ പള്ളിയിലെ അല്ലെങ്കിൽ അമ്പലത്തിലെ അവിടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ആകും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരും ലൈഫ് ടൈം വളരെ സ്നേഹത്തോടെ പോകുന്നവരുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു വ്യത്യാസം മാത്രമേ ഇതിന്റെ വെരിഫിക്കേഷൻ ഉള്ളൂ. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബേണിംഗ് മെക്കാനിസം എന്തെന്ന് പബ്ലിക്കിന് വിസിബിൾ ആകും. അത് വിസിബിൾ ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനെ വെരിഫൈ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാവുന്നൊന്നുമല്ല. ഇതിനകത്ത് ഒരു കാര്യവും, ഒരു പ്രാവശ്യം ബ്ലോക്ക് ചെയിൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് ആഡ് ഓൺ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിന്റെ കോൺട്രാക്ടിന്റെ ഏറ്റവും താഴെ എഴുതിയിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ടാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും നമ്മൾ ലോജിക്കായിട്ട് പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളോടൊക്കെ നാളെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന പല ആളുകളുണ്ടാവും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബയേഴ്സ് മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പല പ്ലാറ്റ്ഫോമിലും കണ്ടിട്ടുണ്ട് ബയ്യറും സെല്ലറും ഉണ്ടാവും. ഇവിടെ ബയ്യർ മാത്രമാണ്. നിങ്ങൾ ഏത് സമയത്തും ഈ ഒരു പ്രോഗ്രാമിന്റെ കോൺട്രാക്റ്റിൽ കയറി OPBNB സ്കാനിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ബൈ നടക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. ബൈ ബൈ ബൈ. ഇവിടെ ആരും സെല്ല് ചെയ്യുന്നില്ല. സെല്ല് എങ്ങനെയാണ് നടക്കുന്നത്? സെല്ല് ചെയ്ത് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്? ചോദ്യം വരാം. അതാണ് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ പ്രത്യേകത. ഈ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മളൊരു NFT വാങ്ങിയാൽ ഓൺ ദ സ്പോട്ട് അതിനെ ബിഡിലേക്ക് സ്ഥാനം കൊണ്ടുവരും. ബിഡ്, അതായത് അത് ആർക്ക് വേണമെങ്കിലും അതിനെ പിക്ക് ചെയ്യാം. പല ആളുകളും പറഞ്ഞ് ഞങ്ങൾക്ക് ട്രാൻസാക്ഷൻ എറർ കാണിക്കുന്നു. കാരണം ഇതാണ്, ഇവിടെ ഒരു ബിഡിങ് പ്ലാറ്റ്ഫോമാണ്. ഒരേ സാധനത്തിൽ രണ്ടുപേര് കടി പിടിക്കുകയാണെങ്കിൽ ആർക്കാണ് ബലം അവർക്കാണ് ആദ്യം കിട്ടുന്നത്. ആർക്കാണ് നെറ്റ്വർക്ക് നല്ല സ്പീഡ് ഉള്ളത്, ആർക്കാണ് നല്ല ഇതുള്ളത്, ഏറ്റവും ആദ്യം ആരാണ് അതിനകത്ത് ടച്ച് ചെയ്തത് അവർക്കായിരിക്കും അത് കിട്ടുന്നത്. കാരണം അത്രയ്ക്ക് ഒരു ഡൈനാമിക് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ട്രാൻസാക്ഷൻ ഫെയിലായി എന്ന് പല ആളുകളും പറയാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്, അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇവിടെ ഒരു മാസം കൊണ്ട് 90% കൂടുതൽ ലാഭം എടുത്തവരാണ്. വെറും ഒരാളെ പോലും റെഫർ ചെയ്യാതെ വെറും ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സ്വന്തം വാലറ്റിൽ ഫണ്ട് കീപ്പ് ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ 90% കൂടുതൽ ഒറ്റ മാസം കൊണ്ട് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു. ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു പ്രൊജക്ടിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പല ആളുകളും പറയും ഇന്ന ആളാണ് പ്രൊമോഷൻ ചെയ്യുന്നത്, അയാൾ കൊണ്ടുവന്ന പല പ്രൊജക്ടുകളും പൊട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ മാറ്റി വെക്കുക സുഹൃത്തുക്കളെ, മാറ്റി വെക്കുക. ഈ ആരാണ് പ്രൊമോഷൻ ചെയ്യുന്നതെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കൊരു കഷ്ടകാലം വരുന്ന സമയത്ത് നമുക്കറിയാം, പല സ്ഥലങ്ങളിലും നമുക്ക് പല പല സന്ദർഭങ്ങളിലും ദൈവമാണ് നമ്മുടെ മുമ്പിൽ പല ആളുകളെയും കൊണ്ടുവരാറുള്ളത്. എന്ന് പറയുന്ന പോലെ എന്നെ കൊണ്ടുവന്നതല്ല ഞാൻ പറയുന്നത്, ഈ ഡെഫി NFT എന്ന പ്ലാറ്റ്ഫോമിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എല്ലാവരും ബയ്യേഴ്സ് ആണ്, ബൈ ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഓരോ 24 മണിക്കൂറിലും നമുക്ക് ബൈയിങ് കപ്പാസിറ്റി നമുക്ക് റിന്യൂ ആയി കിട്ടും. ഇനി പല ആൾക്ക് സംശയമുണ്ട്, കുറെ നാൾ കഴിയുമ്പോൾ NFT ഒത്തിരി അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയാണ് ആളുകൾക്ക്. NFT കൂടാൻ കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. NFT കൂടാൻ കാരണം നമ്പർ ഓഫ് ട്രേഡ്സ് ഇവിടെ കൂടുകയാണ്. ഓരോ ദിവസവും ട്രേഡിങ്ങുകളുടെ എണ്ണം കൂടുകയാണ്, കമ്മ്യൂണിറ്റിയുടെ എണ്ണം കൂടുകയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ കമ്മ്യൂണിറ്റി മാത്രമല്ല കൂടുന്നത്, നമ്പർ ഓഫ് ട്രേഡ്സ്. പല പ്ലാറ്റ്ഫോമിലും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അവിടെ കമ്മ്യൂണിറ്റി എത്രയുണ്ടോ അവർക്ക് ഓരോരോ ട്രേഡ് ആയിരിക്കും ഒരു ദിവസം ലഭിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ കമ്മ്യൂണിറ്റി കുറവാണെങ്കിലും നമ്പർ ഓഫ് ട്രേഡ്സ് കൂടും. അതായത് ഇതിന്റെ അൽഗോരിതം ഡെവലപ്പ് ചെയ്ത ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയിട്ടാണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് $15 സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളിന് $250. ഞാൻ എല്ലാം കൂടെ പറഞ്ഞു പോയി, ഇതൊക്കെ മുമ്പിൽ വരുന്ന സ്ലൈഡിൽ കാണിക്കേണ്ടതാണ്. എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഇവിടെ $15 മുതൽ $2500 വരെ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ഉണ്ട്. ഇനി 2 വ്യക്തിയേ ഉള്ളൂ. ഒരാള് $15 സബ്സ്ക്രിപ്ഷനും $250 ട്രേഡിങ് ചെയ്യുന്നെങ്കിൽ കൂടി പോയാൽ ചെറിയ NFT ആണെങ്കിലും ഒരാളിന് ചിലപ്പം 250 എടുത്ത ആളിന് 4-5 ട്രേഡ് ആയിരിക്കും ഒരു ദിവസം കിട്ടുന്നത്. അതേസമയം വേറൊരു വ്യക്തി $1000 സബ്സ്ക്രിപ്ഷൻ എടുത്ത് $10000 ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറഞ്ഞത് ഒരു 200 ട്രേഡ് ഒരു ദിവസം ചെയ്യാൻ പറ്റും. ചിന്തിച്ചു നോക്കുക, ആള് 2 ഉള്ളൂ, നമ്പർ ഓഫ് ട്രേഡ്സ് ആണ് ഇവിടെ കൂടുന്നത്. അതുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് എന്ന് പറയുന്നത്. എത്രമാത്രം NFT ഇവിടെ കൂടിയെന്ന് പറഞ്ഞാലും നമുക്കറിയാം, ഓരോ 250 എത്തുമ്പോഴും NFT ബ്രേക്ക് ആയിട്ട് 10 എണ്ണം കൂടും. ആളുകൾ പേടിയാണ്, 10 എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങനെ ടെൻഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. ഒരു ട്രേഡ് മാത്രമല്ല ഒരാൾക്ക് കിട്ടുന്നത്. ഓരോ ദിവസവും ലാഭം കൂടുതൽ കിട്ടണമെങ്കിൽ ആളുകളൊക്കെ സ്വയമേ ഇവിടെ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യാണ്. ആരും നിർബന്ധിക്കുന്നില്ല. ഈ ഒരു മാസം കൊണ്ട് ആളുകൾ കണ്ട് മനസ്സിലാക്കിയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് എങ്ങനെയാണ് നേടുന്നത്. നമ്മൾ ഒരാളെ പോലും റെഫർ ചെയ്തില്ലെങ്കിലും
ഈ ഒരു സിസ്റ്റം 101% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഇതിന്റെ ആൽഗോരിതം അതേ രീതിയിലാണ് ഡെവലപ്പ് ചെയ്ത്. ഓരോ ദിവസവും നമുക്ക് ബൈയിങ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ മെമ്പേഴ്സ് വരുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ, വലിയ വലിയ പാക്കേജിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുന്നു. ചിന്തിച്ചു നോക്കുക. അപ്പൊ കുറച്ച് NFT കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരിക്കലും ഫെയിൽ ആകത്തില്ല സുഹൃത്തെ. എല്ലാവരും എല്ലാ ദിവസവും ബൈ ചെയ്യുക, ബൈ ചെയ്യുക, ബൈ ചെയ്യുക. നിങ്ങൾ ഈ പ്രക്രിയ കണ്ടിന്യൂ തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം ഒരിക്കലും ഫെയിൽ ആകത്തില്ല. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ 90% കിട്ടുന്നുണ്ട് പ്രോഫിറ്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് എത്ര പണം ഇതിനകത്തുനിന്ന് സമ്പാദിക്കാൻ പറ്റും, എത്ര പണം സമ്പാദിക്കാൻ പറ്റും. ഇന്നലത്തെ ഹിന്ദി സൂ മീറ്റിംഗില് 39 വർഷത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും ക്രിപ്റ്റോയിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ, അത് പ്രൊഫഷണലി ഡോക്ടറാണ്, അദ്ദേഹം ഇന്നലത്തെ ടെസ്റ്റ് മണി പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ 39 വർഷത്തെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡില് ഇതേപോലെ ഒരു സിസ്റ്റം അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ അനുഭവം തന്നെയാണ്. പക്ഷെ പറയാൻ മടിയാണ് ആളുകൾക്ക്. ഇത് 100% ഡീസെൻട്രലൈസ് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. നിങ്ങളുടെ ഒരു പൈസ പോലും തേർഡ് പാർട്ടി കൊടുക്കുന്നില്ല. ഒരാളുടെ NFT മറ്റുള്ള ബൈ ചെയ്യുമ്പോൾ ആരുടെയാണോ NFT ബൈ ചെയ്യുക അവരുടെ വാലറ്റിലാണ് ചെന്ന് വീഴുന്നത് ആ പൈസ. അവർ കിട്ടേണ്ട പ്രോഫിറ്റും കൂട്ടത്തിൽ ചെന്ന് വീഴും. 15 ലെവലിൽ കൊടുക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓൺ ദ സ്പോട്ട് അവിടെ ചെല്ലും. നമ്മുടെ ഇരിക്കുന്ന വാങ്ങിയ ആളുടെ എന്താ കിട്ടുന്നത്? ഒരു വിലയുള്ളൊരു NFT ആണ്. അപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്, ഒരു NFT ഹോൾഡ് ചെയ്ത പൈസ എവിടെ കുരിക്കും? ഒരു പൈസ പോലും, ഒരു സിംഗിൾ പെന്നി അല്ലാതെ ഒരു പൈസ പോലും ഈ ഒരു ഇതിന്റെ കോൺട്രാക്റ്റിൽ നിൽക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് 100% ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് കൊടുക്കുന്നത്. പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ പൈസ ഇടുന്നവർക്ക് 0.5%, കൂടുതൽ ഇടുന്നവർക്ക് 2%. എന്താണ് ഇന്നത്തെ അത്തരം കമ്പനികളൊക്കെ ഇന്നുണ്ടോ? പല പ്ലാറ്റ്ഫോമുകളും വരുന്നുണ്ട്. അവരുടെ കോയിനാണ് വില കൂടിക്കൊണ്ടിരിക്കും. മാനിപ്പുലേറ്റ് ചെയ്ത് കോയിന്റെയൊക്കെ വില കൂട്ടി ആളുകളെ കബളിപ്പിക്കുന്ന പല കമ്പനികളും നമ്മളൊക്കെ പ്രൊമോഷൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെയാണ് അത് ചെയ്തത്. അതിന്റെ എന്താണെന്ന് ലോജിക്ക് പോലും നമുക്ക് മനസ്സിലാകാതെ നമ്മൾ പ്രൊമോഷനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്കും ഒരു ലയബിലിറ്റി ഇല്ല. നിങ്ങൾ എത്ര പേരെ റെഫർ ചെയ്തു, ഒരാളും നിങ്ങളോട് ചോദിക്കത്തില്ല നിങ്ങൾ ഞാൻ റെഫർ ചെയ്തു ഞാൻ അതിനകത്ത് ചെയ്യാതെ എന്റെ പൈസ പോയെന്ന് പറയാനില്ല, പറയത്തില്ല. കാരണം ഇവിടെ ഒരാൾക്കും പണം നഷ്ടപ്പെടത്തില്ല. ഇത് 100% ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ ഫെയർ ആണ് നടക്കുന്നത്. ഇവിടെ ഒരാളെയും ചതിച്ചോ വഞ്ചിച്ചോ ഒരു പൈസ പോലും ഇല്ല. നിങ്ങൾ കാണുന്നതാണ്. ബ്ലോക്ക് ചെയിനിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട് ആരും ഒരു പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്, നിങ്ങൾ എങ്ങും പോണ്ട. നിങ്ങൾ OPBNB സ്കാനിൽ കയറുക, ഇതിന്റെ കോൺട്രാക്ട് വ്യൂ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ ചെല്ലും. തൊട്ട് താഴെ 007 ലാസ്റ്റ് ഡിജിറ്റ് ഉള്ള അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഓരോ മിനിറ്റിലും 10ഉം 15ഉം ബൈയിങ് ആണ് നടക്കുന്നത്. ചിന്തിച്ചു, ബൈ നടക്കുമ്പോൾ എപ്പോഴാണ്? വേറൊരു വ്യക്തിയുടെ ബിഡിൽ ഇട്ടിരുന്നതാണ് മറ്റൊരു വ്യക്തി വാങ്ങുന്നത്. വാങ്ങിയ ഉടനെ ഓൺ ദ സ്പോട്ട് ആരുടെയാണോ ബിഡിൽ വന്നത് അദ്ദേഹത്തിന്റെ വാലറ്റിൽ ഓൺ ദ സ്പോട്ട് അതിന്റെ ക്യാപിറ്റലും പ്രോഫിറ്റും ചെല്ലുകയാണ്. അതായത് ഈ സിസ്റ്റത്തിൽ ഒരു പൈസ പോലും നിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, എല്ലാ ദിവസവും ഏത് സമയത്ത് വേണം, 24 മണിക്കൂർ സമയമുണ്ട്. 24, അതായത് രാത്രി ഇന്ത്യൻ സമയം നമുക്ക് ഏകദേശം 10-10:30 ആകുമ്പോഴാണ് പുതിയ ക്യാപ്പിംഗ് റിന്യൂ ആയി കിട്ടുന്നത്. റിന്യൂ ആണെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് റിന്യൂ ആയിക്കൊണ്ടിരിക്കും ക്യാപ്പിംഗ് ലിമിറ്റ്. അതിനുശേഷം അടുത്ത ദിവസം രാത്രി വരെയുള്ള ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് വാങ്ങാം. ഏത് സമയത്തും ബൈ ചെയ്യുക, ബൈ ചെയ്യുക, ബൈ ചെയ്യുക. ഒരാളും ബൈ ചെയ്യാതിരിക്കരുത്. അതാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ ബൈ ചെയ്യാതിരിക്കരുത്, എല്ലാവരും ബൈ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒക്കെ മാറ്റിക്കൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വരുന്നോ അത് മുഴുവൻ നിങ്ങൾ മാറ്റിക്കൂ. ഇനി കോമ്പൗണ്ട് ചെയ്യേണ്ടവരാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്തു പോവാം, ഒരു നല്ലൊരു ക്യാപിറ്റൽ ആകുന്നവരെ അങ്ങനെയും ചെയ്യാം. എങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ബൈ ചെയ്യുക. ഒരാൾ പോലും ട്രേഡ് ചെയ്യാതിരിക്കരുത്. ട്രേഡിങ് ഇവിടെ ബൈയിങ് മാത്രമാണ്, സെല്ലിങ് ഇല്ലല്ലോ. നമുക്കറിയാം സെല്ലിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. ബൈയിങ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ബൈ ചെയ്യുക. ഞാനിപ്പോ 2 പേജേ ആയിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. സാധാരണ സൂം മീറ്റിംഗ് എടുക്കുന്ന പോലല്ല ഈ ഒരു പ്രോഗ്രാം. ദൈവം കനിഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അബൌട്ട് അസ് പലരും ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് ക്രിയേറ്റർ, ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന്.
ഇവിടെ ഫസ്റ്റ് വരെ ഒരു സെന്റൻസ് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വി ആർ എ ടീം ഓഫ് ബ്ലോക്ക് ചെയിൻ enthusiasts, developers and designers dedicated to creating a next generation NFT marketplace. നമ്മൾ പല NFT മാർക്കറ്റ് പ്ലേസ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ NFT മാർക്കറ്റ് പ്ലേസ്, അതായത് ഇതുപോലുള്ള ഒരു NFT മാർക്കറ്റ് പ്ലേസ് ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷൻ ആൻഡ് മിഷൻ ഇതൊന്നും അല്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്കിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ, നോ സിംഗിൾ അതോറിറ്റി കൺട്രോൾ ദ പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു പൈസ പോലും ഇതിനകത്തുനിന്ന് ക്രിയേറ്ററോ ഒരു തേർഡ് പാർട്ടിയോ അടിച്ചെടുത്തോണ്ട് പോകത്തില്ല എന്നുള്ള 101% ഉറപ്പാണ്. 101% ഉറപ്പാണ്. അത് ഗ്യാരണ്ടിയാണ്. ഒരു പൈസ പോലും നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി കൊണ്ടുപോകത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും നമ്മൾ ബൈ ചെയ്യുക. നിങ്ങൾ ബൈ മാത്രം ചെയ്യാതെ ഓരോ ട്രേഡ് ക്ലോസ് ആകുമ്പോഴും നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ വേറൊരാളുടെ അവിടെ ക്ലോസ് ആകുകയാണ് മനസ്സിലാക്കണം. വേറൊരാൾ ബിഡിന് വെച്ചിരിക്കുന്നത് വിറ്റ് അദ്ദേഹത്തിന്റെ പൈസ ചെന്നു, അദ്ദേഹത്തിന്റെ ഇന്ന് കാശ് നാളെ നമ്മുടെ കയ്യിലിരിക്കുന്ന NFT വാൻ അദ്ദേഹം വരും, അദ്ദേഹം ബൈ ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ ട്രേഡ് എക്സിക്യൂട്ടീവ് ആകുമ്പോഴും 3% വീതം പ്രോഫിറ്റ് ആണ്. 3%. അപ്പൊ ചോദിക്കുക എങ്ങനെ കൊടുക്കാൻ പറ്റും? അതായത് 5% അപ്രീസിയേഷനിലാണ് ഓരോ റീ ബിഡിങ്ങിന് വേണ്ടി പോകുന്നത്. മുമ്പോട്ട് പോകാം. സ്മാർട്ട് കോൺട്രാക്ട് ഞാൻ ഇത് തന്നെ പറഞ്ഞു, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇതിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം വിത്ത് എ ഫുൾ ട്രാൻസ്പെറൻസി ആണ്. ഇവിടെ ഒരു കള്ളത്തരത്തിൽ ബിസിനസ് ചെയ്യണ്ട, കള്ളം പറഞ്ഞ് ഒരാളെയും ബിസിനസ് ചെയ്യിക്കണ്ട. ഇവിടെ എല്ലാവരും ചെയ്യും, എല്ലാവരും ഇത് ഈ സിസ്റ്റത്തിലേക്ക് വരും. ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം ഇത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രോഗ്രാം ഇതേപോലെയുള്ള ഒരു പ്രോഗ്രാം ഇന്ന് മാർക്കറ്റിലില്ല. കാരണം അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡെഫി NFT കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ലോ ഫീസ് നമുക്കറിയാം. BP20, ട്രോണ്, അതില്ലെങ്കിൽ പോളിഗോണ്, ഇനി പല വിധത്തിലുള്ള നെറ്റ്വർക്കുകളുണ്ട്. അതിലൊക്കെ ഫീസ് കൂടുതലാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പം വളരെ തുച്ഛമായിട്ടുള്ളൊരു ഫീസാണ് OPBNB നെറ്റ്വർക്കിൽ വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആണ്. നമ്മൾ പല പ്ലാറ്റ്ഫോമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആയാലും സ്റ്റേക്കിംഗ് ആയാലും അല്ലെങ്കിൽ കോയിൻ ആയാലും അവിടെ ഒക്കെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പം ഒരു ഫീസ് നമ്മുടെ ഈ ഈടാക്കും, ഒരു ഫീസ് ഈടാക്കും. ഇവിടെ ഒരു വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു സെക്ഷനേ ഇല്ല. വിഡ്രോ എന്നൊരു സെക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 100% ട്രാൻസ്പെറന്റ് ആണെന്ന്. ഇവിടെ ഒരാളുടെ NFT വേറൊരാൾ വാങ്ങുമ്പോൾ ഓൺ ദ സ്പോട്ട് ആരുടെയാണോ നേരത്തെ NFT അവരുടെ വാലറ്റിലേക്ക് നേരിട്ട് വരിക. എവിടെയാണ്? ഈ കോൺട്രാക്ടിന്റെ ത്രൂ. അതേ രീതിയിലാണ് കോൺട്രാക്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ചിന്തിക്കുക. ഇനി ലോ ഫീസിന്റെ കാര്യം പറഞ്ഞു. അപ്രീസിയേഷൻ റോയൽറ്റീസ്, ഏൺ എ പെർസെന്റേജ് ഫ്രം എവരി റീസെയിൽ. ഓരോ പ്രാവശ്യവും നമ്മുടെ റീസെയിൽ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു റോയൽറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഈ സീംലെസ് NFT ക്രിയേഷൻ ആൻഡ് ലിസ്റ്റിംഗ്, ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ബൈ ചെയ്യുക. ഈ കാര്യം മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വീണ്ടും പറയുകയാണ്, ഡെഫി NFT ക്രിയേറ്റഡ് ഓൺ OPBNB ബ്ലോക്ക് ചെയിൻ. ഇതിനെക്കുറിച്ച് ഒരു ബൈനാൻസിന്റെ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. പക്ഷെ പല ആളുകൾക്കും തെറ്റായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ബൈനാൻസിലേക്ക് OPBNB അയക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് മാറ്റുകയാണെങ്കിൽ. ഇപ്പൊ ബൈനാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈനാൻസിന്റെ തന്നെയാണ് ഈ OPBNBയും BP20യും. നമ്മൾ OPBNBയുടെ നെറ്റ്വർക്കിലൂടെ തന്നെ ബൈനാൻസിൽ കൊണ്ടുപോവുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി OPBNBയുടെ അല്ല BP20യുടെ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ കൊണ്ടുവന്നത് എങ്കിൽ പോലും, BP20യുടെ അങ്ങനെ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്കിൽ പോലും അവിടെ തന്നെ അത് ചെല്ലും, കാരണം ബൈനാൻസിന്റെയാണ്. പക്ഷെ മറ്റൊരു എക്സ്ചേഞ്ചിലും നമ്മൾ ക്രോസ് നെറ്റ്വർക്കിലൂടെ കൊണ്ടുപോകരുത്, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും. ഇനി ഏതെങ്കിലും ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ, Web3 ബേസ്ഡ് ആപ്ലിക്കേഷനിലായിട്ടാണ് നിങ്ങൾ BP20യുടെ നെറ്റ്വർക്കിലൂടെ കൊണ്ടുപോയെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതൊരാളും പൈസ നഷ്ടപ്പെടത്തില്ല. അതേപോലെ അങ്ങോട്ടും വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയും OPBNB BP20യിലൂടെ നമ്മളൊരു Web3 വാലറ്റിലേക്ക് കൊണ്ടുപോയി നമുക്ക് റിക്കവറി ഓപ്ഷൻ ഉണ്ട്. സെയിം അതേപോലെ തന്നെ BP20 നേരെ വന്ന് OPBNBയുടെ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അത് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷേ മറ്റൊരു സെൻട്രലൈസ് എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾ ചെയിൻ മാറി കൊണ്ടുപോകരുത്. അത് പ്രത്യേകം ഓർക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്
നമ്മൾ ഏത് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത് അതേ നെറ്റ്വർക്കിലൂടെ മാത്രമേ ഇതിന്റെ USDTയോ BNBയോ കൊണ്ടുപോകാവുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ Web3 ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ട്രസ്റ്റ് വാലറ്റ്, സേഫ് വാല, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് തുടങ്ങിയ ഏത് വാലറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇന്നലെ ആൾ കണ്ടു ബിറ്റ്ഗെറ്റിൽ പോലും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. ഇവിടെ 100% ഡീസെൻട്രലൈസ് ആണ്. 100% സ്മാർട്ട് കോൺട്രാക്ട് പ്രകാരം അതോറിറ്റി കൺട്രോൾ, ഇവിടെ ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കൺട്രോൾ ചെയ്യുന്നില്ല. നോ വിഡ്രോവൽ സെക്ഷൻ ഓർ ഫീ, വിഡ്രോവൽ സെക്ഷനും ഇല്ല, വിഡ്രോവൽ ഫീയും ഇല്ല. വിഡ്രോവലിന്റെ ഒരു പരിപാടിയെ ഇവിടെ ഇല്ല. നേരിട്ട് കച്ചവടമാണ് കോൺട്രാക്ട് ത്രൂ. ഇനി P2P ബൈ സെൽ ട്രാൻസാക്ഷൻ, ഇവിടെ സെൽ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല, ബൈ മാത്രമാണ്. സെല്ല് ചെയ്യുന്നതാണ് ഇതിന്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്യും. നമ്മൾ വാങ്ങിയ NFTയെ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ NFT ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പൈസ ഓൾറെഡി അതിന്റെ ഓണറിന് പോയി കഴിഞ്ഞു. നമുക്കതിന്റെ വാല്യൂ ഉള്ള ഒരു NFT അവിടെ ലിസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ ലിസ്റ്റ് ചെയ്യുമ്പം നമുക്ക് കാണാം ഡാഷ്ബോർഡിൽ 5 NFTകൾ കാണാൻ പറ്റും. ചേർന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിൽ ഓരോ 10 സെക്കൻഡിലും 12 സെക്കൻഡിലൊക്കെ അതിന്റെ വിലയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതായത് അത്രയ്ക്ക് ഫുള്ളി ഡൈനാമിക് പ്ലാറ്റ്ഫോമാണ്. അപ്പം അത്രയ്ക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ അല്ലാതെ കൂടുതൽ പൈസ കിട്ടുന്നവർക്ക് കൂടുതൽ NFT അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഇവിടെ 100% ട്രാൻസ്പെറന്റ്. പാവപ്പെട്ടെന്ന പണക്കാരനല്ല, എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും നെറ്റ്വർക്ക് ചെയ്യുന്നവരുടെ ഫേസ് വാല്യൂ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. കാരണം നമ്മളൊക്കെ വിശ്വസിച്ച് ചെയ്ത പല പ്ലാറ്റ്ഫോമും കളിപ്പിച്ചു പോയപ്പം നമുക്ക് ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, മറ്റേ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ വീട്ടിൽ വന്നേക്കാണെന്ന്, കഷ്ടപ്പാടായിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനായിട്ട് ദൈവം കൊണ്ടുവന്ന ഒരു പ്ലാനാണിത് ഡെഫി NFT. നിങ്ങളുടെ ഫേസ് വാല്യൂ തിരിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ല, നിങ്ങൾ ചിന്തിക്കരുത് ഇന്ന ആളാണിത് പ്രൊമോഷൻ ചെയ്യുന്നത്, അയാൾ ചെയ്തെല്ലാം പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ വീണ്ടും പറയുന്നതാണ്, ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതിനെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഷ്ടപ്പാട് മാറും, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. ഇനി നെറ്റ്വർക്ക് ചെയ്ത് ഫേസ് വാല്യൂ പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഫേസ് വാല്യൂ തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം ഡെഫി NFT ആണ്. കാരണം ഇവിടെ ഒരാൾക്കും ലയബിലിറ്റി ഇല്ല, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതയില്ല. കാരണം സ്വന്തം വാലറ്റിലാണ് ഫണ്ട് ഇട്ട് കീപ്പ് ചെയ്യുന്നതും. ഓരോ ട്രേഡിലും 3% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓരോ ട്രേഡിലും 3%. അപ്പൊ അതിന്റെ ആൾക്കാരും അതേ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കുക. ഇനി 100% ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ പറ്റും. എവിടെയാണ് ഇതിന്റെ ട്രാൻസാക്ഷൻസ് ആണ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. വെരിഫൈ ചെയ്യാൻ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാം. ഇപ്പം ബിറ്റ്കോയിൻ ഓപ്പൺ സോഴ്സ് ആണ് പറയും. എവിടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല അതിന്റെ കോഡിങ് എന്താണ് കൊടുത്തതെന്നൊന്നും നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. ബിറ്റ്കോയിന്റെ എങ്ങനെയാണ് ഇതിന്റെ ആൽഗോരിതം ഡെവലപ്പ് ചെയ്തത് നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അതൊക്കെ ബ്ലോക്ക് ചെയിനിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അതേ രീതിയിൽ അത് വർക്ക് ചെയ്യും എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു പ്ലാനെ നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് OBBMD സ്കാനിൽ കയറി ചെക്ക് ചെയ്യാം. ഓരോ ട്രേഡിലും 3% പ്രോഫിറ്റ്. ഓരോ റീസെയിൽ അല്ലെങ്കിൽ ബിഡിലേക്ക് പോകുന്നത് 5% അപ്രീസിയേഷനിലാണ്. അത് നമ്മുടെ അടുത്ത സ്ലൈഡിൽ പറയാം. ഇനി 24.33 ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റും ഒരു ലെവൽ ഇൻകം കൂടെ ചേർത്താണ്. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വാങ്ങുന്ന നമ്മൾ പറഞ്ഞ $15 തൊട്ട് $2,500 വരെയുള്ള സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് എന്താണ്? 20% സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് നമുക്ക് അഫിലിയേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ റെഫറൽ കമ്മീഷൻ ആയിട്ട് കിട്ടും. കൂടാതെ 15 ലെവലിനുള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും അദ്ദേഹത്തെ ഡയറക്റ്റ്, അതായത് 2/2 ഒരു മാട്രിക്സ് പ്ലാൻ ആണ്. അപ്പൊ അവിടെ നിന്നും ഒരു ലെവലിലെ വരുമാനം കൂടെ കിട്ടും. അങ്ങനെയാണ് അത് രണ്ടും കൂടെ ചേർത്താണ് 24.33 എന്ന് പറയുന്നത്. 15 ലെവലിലെ അഫിലിയേറ്റ് കമ്മീഷൻ ഉണ്ട്. നമ്മളെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ എവിടെ നിന്നുള്ളവരാണ് നമ്മുടെ ടീമിൽ, നമ്മുടെ ഈ 2/2 മാട്രിക്സിൽ, അതും ഓട്ടോഫില്ലാണ്. മുകളിൽ നിന്ന് താഴേക്ക്, ഇടത്തുനിന്ന് വലത്തേക്ക്, എവിടെയാണോ വേക്കൻസി അവിടെ അത് ഫില്ലായിക്കൊണ്ടിരിക്കും. പക്ഷെ ക്രോസ് ലൈനിൽ ഫില്ലാകത്തില്ല. അപ്പൊ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് റെഫർ ചെയ്ത് അങ്ങനെയും വരുമാനം നേടാൻ പറ്റും. ഇനി അതിന്റെ പ്രത്യേകത മറ്റൊരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് ട്രേഡിങ്ങിന്റെ പ്രോഫിറ്റും.
ഇനി 100% ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ 5% അപ്രീസിയേഷൻ ആയിട്ടുള്ള എമൗണ്ട് റീസെയിലിൽ പോകുമ്പോൾ 5% അപ്രീസിയേഷൻ എന്ന് പറയും. അതും 100% ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ പറയുന്നത്, എപ്പോഴും നമ്മുടെ ഒരു NFT ഇവിടെ ഹോൾഡ് ആണ്. ഏത് സമയത്ത് നമ്മുടെ ഒരു NFT ഹോൾഡ് ആയിരിക്കും. അതായത് ലാസ്റ്റ് വാങ്ങുന്ന ഒരു NFT ആയിരിക്കും ഹോൾഡ് ആകുന്നത്. അതിന്റെ കാരണമുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, എല്ലാവരും തമ്മിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വാങ്ങുകയാണ്, ബയ്യറാണ് ഇവിടെ. അപ്പൊ നമ്മുടെ ഒരു NFT വാങ്ങി അത് മാർക്കറ്റിലേക്ക് പോകാതിരിക്കും ലാസ്റ്റിലത്തെ. കാരണം അതിന്റെ പേയ്മെന്റ് ഓൾറെഡി പോയി. നമ്മൾ വാങ്ങി ഉടനെ തന്നെ അതിന്റെ പേയ്മെന്റ് ആർക്കാണോ കിട്ടേണ്ടത് പോയി. നമ്മുടെ കയ്യിൽ NFT മാത്രമാണ് ഇരിക്കുന്നത്. ആ NFT മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന് വിലയുണ്ടാകുന്നത്. നമ്മുടെ NFT നമ്മൾ വാങ്ങിയ വില അവിടെ കാണിക്കും. NFT അവിടെ നോട്ട് ഫോർ സെയിൽ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം മാർക്കറ്റിൽ പോകുന്നില്ല. നെക്സ്റ്റ് ഡേ നമുക്ക് ക്യാപ്പിംഗ് ലിമിറ്റ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ഒരു NFT നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു NFT മാർക്കറ്റിലേക്ക് ഇറങ്ങും. ഈ ഒരു പ്രൊസീജിയർ ആണ് ഇതിനകത്തുള്ളത്. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരാളും ഇതിനെ ഇട്ടിട്ട് പോകത്തില്ല. ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഒരാളും ഇട്ടിട്ട് പോകത്തില്ല. പല ആൾക്കും പേടിയാണ്, 3 മാസം ഓടുമോ 6 മാസം ഓടുമോ എന്നൊക്കെയുള്ള സംശയം. നമ്മുടെയൊക്കെ മനസ്സിൽ ഇതിന് മുമ്പുള്ള പ്ലാറ്റ്ഫോമുകളെ നമുക്കുള്ള അനുഭവം കൊണ്ടാണ് ആ ഒരു പേടി തോന്നുന്നത്. പക്ഷെ ഡെഫി NFT യെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു പൈസ പോലും കൊണ്ടുപോകത്തില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. ഇവിടെ ഓരോ ട്രേഡിലും 3% പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഒരാളെ നിർബന്ധിച്ചോ ഒന്നാരും ഒരു ട്രേഡ് ചെയ്യിക്കുന്നില്ല. ഇവിടെ ഒരു കമ്പൽസറി ഇല്ല. നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റി ആണ് എന്നുള്ളത്. നമ്മൾ ഓരോ വർഷവും റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ ആണ്. ഇപ്പൊ 15 മാത്രമേ എടുത്തുള്ളൂ. ലൈഫ് ടൈം നിങ്ങൾക്ക് 15 സബ്സ്ക്രിപ്ഷൻ $250 വരെ ഡെയിലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഏകദേശം $6-7 ഡെയിലി നമുക്ക് പ്രോഫിറ്റ് ആണ്. അതുപോലെ വലിയ വലിയ പാക്കേജ് ആണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് എങ്കിൽ നമുക്ക് കൂടുതൽ ക്യാപ്പിംഗ് ലിമിറ്റ് ആണ് കിട്ടുന്നത്. അതും മുമ്പോട്ട് പറയാം. ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാത്തില്ല, അത് സ്ക്രീനിൽ കണ്ടു മനസ്സിലാക്കാം. അപ്പൊ പറഞ്ഞു, എല്ലാ സമയത്തും ഒരു NFT ഹോൾഡ് ആണ്. നമ്മൾ മറ്റൊരാളുടെ ഒരു NFT നമ്മൾ വാങ്ങുമ്പോഴേ നമ്മുടെ ഒരു NFT വെളിയിലോട്ട് പോകത്തുള്ളൂ. അപ്പോഴും നമ്മൾ വാങ്ങിയത് ഹോൾഡ്. വേറൊരു വ്യക്തിയുടെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ഒരെണ്ണം വെളിയിലേക്ക് പോകുന്നു. അതായത് ഇവിടെ ഓരോരുത്തരും ഈ ബൈയിലുള്ള രീതിയിൽ നീങ്ങുമ്പം ഈ ഒരു സിസ്റ്റം ഒരിക്കലും നിൽക്കത്തില്ല. ഒരിക്കലും നിൽക്കത്തില്ല ഈ സിസ്റ്റം. കാരണം നമ്മൾ എല്ലാവരും ബയ്യറാണ്, ബൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ട്രേഡിലും ലാഭമുണ്ട്, ഒരാൾക്ക് ഇവിടെ നഷ്ടമില്ല. നമുക്ക് സെല്ല് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഒരു NFT മറ്റൊരാൾ വാങ്ങിയാൽ ഉടനെ നമ്മുടെ ക്യാപിറ്റലും പ്രോഫിറ്റും തിരിച്ചു വരുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, $15 മുതൽ $2500 ഉള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 5% അപ്രീസിയേഷനിലാണ് ഓരോ NFTയും റീസെയിൽ ചെയ്യുന്നത്. അപ്രീസിയേഷന്റെ 60% ട്രേഡറിനാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. അപ്രീസിയേഷന്റെ 60%. അടുത്ത ചാർട്ടിൽ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ $15 സബ്സ്ക്രിപ്ഷൻ ആണ് ആദ്യ സമയത്ത് ഒരാൾ ഈ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്നത്. $15 സബ്സ്ക്രിപ്ഷൻ ആണ് പേയ്മെന്റ് ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ ഡമ്മി രജിസ്ട്രേഷൻ ഒന്നും പറ്റത്തില്ല. ഇവിടെ ഡമ്മി രജിസ്ട്രേഷനെ പറ്റത്തില്ല. മറ്റുള്ള പല കമ്പനികളുണ്ട്, നമ്മുടെ ട്രീ പറിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ തന്നെ വർക്ക് ചെയ്യാം. അല്ല, അതിന് ചെയ്യുന്നില്ല, വേറെ ആരുടെ കൂടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു നിർബന്ധം, ഒന്നിൽ കൂടുതൽ എത്ര ID വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു അങ്ങനെ ട്രീ പറിച്ചു മാറ്റേണ്ട ഒരു പ്രോഗ്രാമും ഇവിടെ ഇല്ല. അപ്പൊ അതും 100% ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങൾ $15 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ $250 വരെ ഓരോ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസമല്ല, ഓരോ ദിവസവും. നിങ്ങൾ മിനിമം ഒരു ക്യാപിറ്റൽ 250 കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 6 മുതൽ ഒരു $7 പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഒരു NFT നമ്മുടെ ഹോൾഡ് ആയിരിക്കും. അത് ഏറ്റവും ചെറുതൊരെണ്ണം വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലാസ്റ്റ് വാങ്ങുന്നത് ഏറ്റവും ചെറിയൊരു NFT വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു ദിവസം മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $250 $7.5 ആണ് പ്രോഫിറ്റ് കിട്ടുക. $7.5 എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. ഇപ്പം 95 രൂപ വരെയാണ് ഒരു ഡോളറിന് വിലയുള്ളത്. ഞാനിവിടെ 90ന്റെ വിലയാണ് എഴുതിയിരിക്കുന്നത്. 675 രൂപ ഓരോ ദിവസവും കിട്ടും. എന്റെ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇവിടെ $250 എന്ന് പറയുന്നത് ഏകദേശം 25,000 രൂപ കൂട്ടിക്കോ.
എല്ലാം കൂടെ ചേർന്ന് ഫീസും എല്ലാം കൂടെ ചേർന്നാണ് 25,000 രൂപ കൂട്ടിക്കോ. 25,000 രൂപയ്ക്കകത്ത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന എത്രയാണ്? 675 രൂപ. 90ന്റെ വിലയാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്നത് 20,250 രൂപ. നമ്മുടെ ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ 27 രൂപയാണ് മുടക്കിയെങ്കിൽ 25,000 നമുക്ക് അവിടെ തന്നെ ഉണ്ട്. പ്രോഫിറ്റ് ആയിട്ട് മാത്രം ഒരു മാസം നമുക്ക് കിട്ടി 20,000 രൂപ. ഏത് സിസ്റ്റത്തിലാണ് അത്രയും പ്രോഫിറ്റ് ഉള്ളത്? നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ ട്രേഡ് ചെയ്യുന്നു. ഓരോ ദിവസം രാവിലെ നമ്മൾ എനിക്ക് നോക്കാം, നമ്മുടെ ക്യാപിറ്റൽ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ. അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യണോ വേണ്ട നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഓരോരുത്തരും ഇവിടെ ട്രേഡ് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ NFT വാങ്ങിയെങ്കിലേ നിങ്ങൾ NFT വേറൊരാളുടെ വാങ്ങത്തുള്ളൂ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു സിസ്റ്റത്തെ കൊണ്ടുപോകേണ്ടത്. ഇതിനൊരു അതോറിറ്റി ഇല്ല, ഒരു അഡ്മിൻ ഇല്ല, ഒരു കമ്പനി ഇല്ല, ഒന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസോ സെർവർ അപ്ഗ്രേഡോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ക്രിയേറ്റർ ഓട്ടോമാറ്റിക് അത് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഒരു കാര്യം ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല. നമ്മുടെ ഡാഷ്ബോർഡിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് അതിനകത്ത് വേണമെങ്കിൽ ഒരു സൈഡ് ലെഫ്റ്റിൽ കാണുന്ന റൈറ്റ് കൊണ്ടുവരും, റൈറ്റിൽ കാണുന്ന ലെഫ്റ്റിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റുന്നതിന് അത് പറ്റും. അത് നമ്മുടെ ഡാഷ്ബോർഡാണ്. പക്ഷെ അതിന്റെ ട്രാൻസാക്ഷനിൽ കൊടുത്തിട്ടുള്ള, അതായത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യവും വള്ളിയോ പുള്ളിയോ മാറ്റാൻ പറ്റത്തില്ല. ഇനി നമുക്ക് സമയമുണ്ട്, കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 50ന്റെ അപ്ഗ്രേഡ് ചെയ്യാം. ഒരാളും നിർബന്ധിക്കത്തില്ല. നിങ്ങൾ 15ന്റെ വേണമെങ്കിൽ ലൈഫ് ടൈം യൂസ് ചെയ്യാം. 250 വീതം ഡെയിലി ട്രേഡ് ചെയ്തു. ഡെയിലി ഒരു 500-600 രൂപ നിങ്ങൾക്ക് ഡെയിലി കിട്ടും. നിങ്ങളുടെ പൈസ നിങ്ങളുടെ കൈ വെച്ച് തന്നെ ട്രേഡ് ചെയ്യും. ഇനി 50ന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $500 വരെ ഓരോ ദിവസവും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. $500 ഫുള്ള് ട്രേഡ് നടത്തിയിട്ടുണ്ട്, അതെല്ലാം സെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $15 ആണ്. $15 ലാഭം എന്ന് പറയുന്നത് INR വാല്യൂ 90ന്റെ വെച്ച് കാൽക്കുലേഷൻ ചെയ്താൽ പോലും നമ്മൾ 1350 രൂപ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഓരോ ദിവസം. അപ്പൊ ഒരു മാസത്തെ കാൽക്കുലേഷൻ ചെയ്യാം, 40,500 രൂപ. ചിന്തിച്ചു നോക്കുക സുഹൃത്ത്, നിങ്ങൾക്ക് എത്ര ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും കടം വീടാനുള്ള പൈസ. ലോൺ എടുക്കണമെന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ഇതാണ്, എക്സാമ്പിൾ പറയാണ്. നിങ്ങൾ നേരത്തെയൊക്കെ പ്രീവിയസ് ലോൺ എടുത്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ആ ലോണൊക്കെ വീഴാൻ ഈ പൈസ തന്നെ മതി. ഇനി നിങ്ങൾ $100 സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഓരോ ദിവസവും $1000 ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ $1000 ഫുള്ള് കീപ്പ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ആയിട്ടുള്ള $30. ഇനി ഒരു NFT ലാസ്റ്റിലത്തെ ഏറ്റവും ചെറുതാണ്, ഹോൾഡർ ആണെങ്കിൽ പോലും ഏകദേശം ഒരു $28-29 നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം ഓരോ ദിവസവും. അങ്ങനെയാണെങ്കിൽ തന്നെ 2,700 രൂപ ഓരോ ദിവസവും. നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് ചെലവിന് എത്ര രൂപയാണ് വേണ്ടിയത്? സാധാരണ ഇതിലൊരു മോട്ടോർ സൈക്കിളിന് പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ ആഹാരം, പിള്ളേർക്കുള്ള ഫീസ്, അതെല്ലാം കൂടെ കൂട്ടി പോലും നമുക്ക് ഒരു ദിവസം 2,700 രൂപ പോലും സാധാരണ കുടുംബത്തിൽ, വലിയ ഹൈഫൈ കുടുംബത്തെ അല്ല പറഞ്ഞത്, സാധാരണ കുടുംബത്തിൽ ചിലവ് വരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഒരു മാസത്തെ കാൽക്കുലേഷൻ 81,000. ഇപ്പോൾ നമുക്കറിയാം സാധാരണ കുടുംബത്തിലൊക്കെ പല ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു മാസം അവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്തതിനു ശേഷം കിട്ടുന്ന എത്രയാണ്? ഇനി നമുക്ക് അതിലും കൂടുതൽ പൈസയുണ്ട്, നമുക്ക് കൂടുതൽ ലാഭം വേണം, കൂടുതൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 200ന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. $2,000 വരെ നിങ്ങൾ കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും $60 പ്രോഫിറ്റ്. $60 എന്ന് പറയുന്നത് 5,400 രൂപയാണ് ഓരോ ദിവസം. ഓരോ ദിവസം ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ കാൽക്കുലേഷൻ 1,62,000 രൂപ. ഇനി അതിലും കൂടുതലുണ്ട്, 400ന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം, $4,000 വരെ ട്രേഡ് ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് $120 ഓരോ ദിവസം. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു $100 ഒരു ദിവസം കിട്ടണമെങ്കിൽ ഏത് പാക്കേജ് എടുക്കണമെന്ന്. $100 ഒരു ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം $4,000 നിങ്ങൾ കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ $120 അടുത്ത് നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടും. $120 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10,800 രൂപ ഓരോ ദിവസം. 10,800 രൂപ ഓരോ ദിവസം കിട്ടുന്ന വരുമാനമാണ്. ഇനി ഒരു മാസത്തെ കാലം 3,24,000 രൂപ. ഇനി അതിൽ കൂടുതൽ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് കൂടുതൽ ട്രേഡ് ചെയ്യണം, കൂടുതൽ ലാഭം വേണമെന്നുണ്ടെങ്കിൽ 600ന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഒരാളെ നിർബന്ധിക്കത്തില്ല. $6,000 വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. $180 ഓരോ ദിവസവും ലാഭം എടുക്കാൻ പറ്റും. അതായത് 16,200 രൂപ. മാസത്തെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 4,86,000 രൂപ. അതിനുശേഷമുള്ളതാണ് $800 പാക്കേജ്. 8,000 വരെ ട്രേഡ് ചെയ്യാം. $240 വരെ ഓരോ ദിവസവും പ്രോഫിറ്റ്, അതായത് 21,600 രൂപ വീതം ഓരോ ദിവസവും. മാസത്തെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 6,48,000 രൂപ. ഇനി $1,000 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $10,000 വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും $300 എന്ന് പറയുന്നത് 27,000 രൂപ ഓരോ ദിവസവും എടുക്കാം. ഏകദേശം 8,10,000 രൂപ ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടും. ഇത്
എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, എല്ലാ ദിവസവും പ്രോഫിറ്റ്. ഇനിയും 1500 ഉണ്ട്, 2500 ഉണ്ട്, ഇതെല്ലാം റേഷ്യോ അല്ല, ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. പണക്കാരനായാലും പാവപ്പെട്ടനായാലും എല്ലാവർക്കും 3% ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഇൻകം. നമ്മൾ പറഞ്ഞു ട്രേഡറിന്റെ ഇൻകം മാത്രമാണ് ഇപ്പം പറഞ്ഞത്. ഇനിയുള്ളത് സബ്സ്ക്രിപ്ഷൻ ഡയറക്റ്റ് ഇൻകം. നമ്മൾ പറഞ്ഞു $15 തൊട്ട് $2500 വരെയുള്ള സബ്സ്ക്രിപ്ഷൻ പാക്കേജുകളുണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷന്റെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് 20% ആണ്. ഇനി സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകം അടുത്ത ചാർട്ടിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം, അത് ചൂടെ പെട്ടെന്ന് മനസ്സിലാക്കാം, വിഷ്വലി കണ്ട് മനസ്സിലാക്കാം. NFT ട്രേഡിംഗ് ഇൻകത്തെ കുറിച്ചാണ് പ്രീവിയസ് പേജിൽ പറഞ്ഞത്. ട്രേഡ് ചെയ്യുന്നവർ മാത്രം, ഒരാളെ റെഫർ ചെയ്യുന്നവർക്ക് ഇത് റെഫർ ചെയ്യാത്തവർക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇനി NFT ട്രേഡിംഗ് ലെവൽ ഇൻകം, NFT ട്രേഡിന് 5% അപ്രീസിയേഷൻ ഉണ്ട്, അതിന്റെ കുറച്ച് പൈസ ലെവൽ ഇൻകത്തിലും കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ്? ഈ ഒരു ചാർട്ട് നിങ്ങൾ വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ PDF നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡയറക്റ്റ് ഇൻകം, സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകത്തെ കുറിച്ച് അടുത്ത പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു NFT എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? NFT ബൈയും സെല്ലും നടക്കുന്നത് എങ്ങനെ? ബൈയിങ് ആണ് ഇവിടെ നടക്കുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെടും, പ്രൈസ് ബിഡിന് വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെടും, സിസ്റ്റം ഓട്ടോമാറ്റിക്. ഇനി $190 ഒരു NFT ഒരാൾ പർച്ചേസ് ചെയ്യുന്നു, 190ന്റെ അടുത്ത 5% അപ്രീസിയേഷൻ, ഞാൻ റൗണ്ട് ഫിഗറിന് $10 കൂട്ടി വെക്കുക എന്ന് പറയുന്നത്. അപ്പൊ $200 അത് വിൽക്കാനായിട്ട് ബിഡിലേക്ക് പോകുന്നു. ബിഡിൽ പോകുമ്പോൾ ഞാനിത് എക്സാമ്പിൾ ഞാനാണ് വാങ്ങുന്നത്, ഞാൻ $200 ആണ് കൊടുക്കുന്നത്. ഞാൻ $200 കൊടുത്ത് ആ ഒരു NFT പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രീവിയസ് ഓണറിന്റെ വില എന്തായിരുന്നു? $190. അപ്പൊ ഞാൻ ആ 200-നകത്ത് 190 കോൺട്രാക്റ്റിലേക്ക് പോയി ഓൺ ദ സ്പോട്ട് ഇതിന്റെ പ്രീവിയസ് ഓണർ ആയിട്ടുള്ള A എന്ന വ്യക്തിയുടെ വാലറ്റിലേക്ക് നേരിട്ട് ചെല്ലും. എത്ര? 190. ഇനി 10% വില കൂട്ടിയാണ് വിറ്റത്, ആ അല്ല $10, 10% 5% വില കൂട്ടി വെച്ചു. അപ്പം 200 ആണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ $10 ആവറേജ് കാൽക്കുലേഷൻ ചെയ്യുന്ന ഈ $10 60% ഈ പ്രീവിയസ് NFT ഓണർ ആയിരുന്നു അവർക്ക് കിട്ടും. കാരണം അവരുടെ NFT ആണ് ഈ 190 ഉള്ളത് 200-ന് വിറ്റത്. 200-ന് ബിഡ് ചെയ്തു, ഞാനത് വാങ്ങി, ഞാൻ ബിഡ് ചെയ്തു, ഞാനത് വാങ്ങി. ഞാൻ വാങ്ങിയപ്പോൾ പേയ്മെന്റ് ആർക്ക് പോയി? ഇതിന്റെ ആദ്യത്തെ വ്യക്തിക്ക് പോയി. അതുപോലെ തന്നെ $10 ഫുൾ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ 60% എന്നുള്ള $6 അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് ഓൺ ദ സ്പോട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയിനിൽ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. 2 എമൗണ്ട് ആണ് നേരെ അദ്ദേഹത്തിന്റെ വാലറ്റിൽ ചെല്ലുന്നത്. ഇനി 15 ലെവലുകളിലായിട്ട് 20% ഡിസ്ട്രിബ്യൂഷൻ. 60 ആണ് ആദ്യം NFT ഹോൾഡറിന് പോയത്, അതിനുശേഷം ഉള്ള 20% 15 ലെവലുകളിൽ 10% $1 ഇതിന്റെ ക്രിയേറ്ററിന് പോകുന്നുണ്ട്. 10% $1 ഇതിന്റെ ബേണിംഗ് വാലറ്റ്. ബേണിംഗ് വാലറ്റിന്റെ മെക്കാനിസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ വാങ്ങിയ 200 എന്ത് ചെയ്യും? സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ബിഡിൽ വെക്കും. ബിഡിൽ വെക്കുന്ന ഉടനെ വേറൊരു 210-ന് വാങ്ങുമ്പം 210 ആണ് അദ്ദേഹം മുടക്കുന്നത്, എനിക്ക് 200 നേരെ എന്റെ വാലറ്റിൽ വരും. ഇനി $10 കൂട്ടി വെച്ചു, അതിന്റെ 60% $6 എന്റെ വാലറ്റിലേക്ക് നേരിട്ട് വരും. ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എല്ലാവരും ബയ്യർ ആണ്, ബൈയിങ് മാത്രമാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും എല്ലാവരും ബൈ ചെയ്യാൻ ശ്രമിക്കുക, ബൈ ചെയ്യാതിരിക്കരുത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇനി സബ്സ്ക്രിപ്ഷന്റെ 20% ഡയറക്റ്റ് കമ്മീഷനായിട്ട്, അത് ആരെ റെഫർ ചെയ്യുന്നുണ്ടോ അവർക്ക് 20% കിട്ടും. സബ്സ്ക്രിപ്ഷന്റെ 65% 15 ലെവലുകളിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഒരു 4.33% വരും. പിന്നീടുള്ള 15, അതായത് 20, 65, 85 പിന്നീടുള്ള 15% സബ്സ്ക്രിപ്ഷന്റെ ഇതിന്റെ പ്രൊജക്ടിന്റെ ക്രിയേറ്ററിന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ $100 സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്ഗ്രേഡ് ചെയ്താൽ നമ്മൾ എപ്പം ആദ്യം 15-ന്റെ ആണ് തുടങ്ങുന്നത്, അവിടെ തൊട്ട് 50-ന്റെ ആണെന്ന് പറഞ്ഞാലും 20 കിട്ടും. പക്ഷെ ഫസ്റ്റിൽ നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ തന്നെ മാട്രിക്സിനകത്തായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു ലെവലൂടെ കിട്ടും. ഇനി 5% അപ്രീസിയേഷൻ, ഞാൻ പറഞ്ഞു $10 അപ്രീസിയേഷൻ ആണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് വെക്കുക. $10 അതിൽ 60% $6 ഇതിന്റെ പ്രീവിയസ് ഓണറിന് പോകും. $10 20% $2. ഇതിന്റെ 15 ലെവലുകളിൽ അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഓരോ ലെവലിലും കൂടുതലും കുറവ് വെച്ചാണ്. 10% സിസ്റ്റം ക്രിയേറ്ററിന്, 10% NFT ബേണിംഗ് വാലറ്റ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഇത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷനിൽ ഇത് ഡയറക്റ്റ് 20%, നമ്മൾ എത്ര ആളുകളെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്താലും നമ്മുടെ ഫസ്റ്റ് ലെവലുകളിൽ ഇങ്ങനെ കാണിക്കും. പക്ഷെ അവർ പൊസിഷൻ എടുക്കുന്നത് 2x2 മാട്രിക്സിലായിരിക്കും.
പെർസെൻറ്റേജും അവര് നമ്മുടെ ഫസ്റ്റ് 2/2 മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ഫസ്റ്റ് ലെവലിൽ 2 പേര് വീതം മാത്രമാണ്. അപ്പൊ നമുക്ക് 10 പേരെ റെഫർ ചെയ്തുണ്ടോ? 2 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ ആളുകൾ ഇതിന്റെ താഴെയാണ് പൊസിഷൻ. അപ്പൊ ഏത് ലെവലിലാണ് ചെല്ലുന്നത് ആ ലെവലിൽ നിന്നുള്ള ഒരു വരുമാനം കൂടെ നമുക്ക് കിട്ടും. ഒരു വരുമാനം കൂടെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണിത്. ഇതിനകത്ത് 65% ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 2/2 മാട്രിക്സ് ആണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്? നമുക്ക് 15 ലെവലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യുക. വളരെ ചെറിയ ടാസ്ക് ആണ്. വളരെ ചെറിയ ടാസ്ക്. അതായത് ഒരു ഡയറക്ട് റെഫറലേ ഉള്ളൂവെങ്കിൽ നമുക്ക് 3 ലെവലുകൾ നമ്മുടെ ഓപ്പൺ ആയി കിട്ടും. 2 ഡയറക്ട് റെഫറൽ ഉണ്ടെങ്കിൽ 6 ലെവൽ വരെ ഓപ്പൺ ആയി കിട്ടും. ഇനി 3 ഡയറക്ട് റെഫറൽ ഉണ്ടെങ്കിൽ 9 ലെവലുകൾ വരെ ഓപ്പൺ ആണ്. 4 ഡയറക്ട് റെഫറൽ ഉണ്ടെങ്കിൽ 12 ലെവലുകൾ വരെ ഓപ്പൺ ആണ്. 5 ഡയറക്ട് റെഫറൽ ഉണ്ടെങ്കിൽ നമുക്ക് 15 ലെവലുകളും ഓപ്പൺ ആയി കിട്ടും. ഇതാണ് സബ്സ്ക്രിപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയാണ് 2/2 മാട്രിക്സ്. ഇനി അപ്രീസിയേഷന്റെ 20% 15 ലെവലുകളിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇവിടെ അതാണ് നമുക്ക് ഇവിടെ എത്ര മെമ്പേഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാമോ അവരൊക്കെ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ തന്നെ ഉണ്ടാവും. മറ്റിടത്ത് എന്താ 2/2 മാട്രിക്സിലാണ്. ഇവിടെ എത്ര പേരെ റെഫർ ചെയ്യുന്നുണ്ടോ അവരൊക്കെ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ പെർമനന്റ് അവിടെ തന്നെ ഇരിക്കും. അതായത് 2 പ്ലാനാണ് ഇതിനകത്ത് ഓടുന്നത്. ഇനി നമ്മുടെ താഴെ ഫസ്റ്റ് ലെവലിലുള്ളവര് ഫർദർ റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലെവലായി, അവര് ഫർദർ റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് ലെവലായി, അവര് ഫർദർ റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോർത്ത് ലെവലായി. അങ്ങനെ നമുക്ക് താഴെ 15 ലെവലുകളിലുള്ള വരുമാനം നമുക്ക് നേടാം. ഡയറക്റ്റ് റെഫർ ചെയ്തോ അവരൊക്കെ ട്രേഡ് ചെയ്ത് അവർ അപ്രീസിയേഷന്റെ 20% ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അതിൽ 25% അവരുടെ വരുമാനം കിട്ടും. ഓക്കെ, അപ്പം അത് വലിയൊരു വരുമാനമാണ്. പിന്നീടുള്ള സെക്കൻഡ് ലെവലിൽ 10, തേർഡ് ലെവലിൽ 10, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് 5 വീതം, 6 മുതൽ 15 വരെ 4.5% വീതം. അങ്ങനെയാ 20% 100% ഡിസ്ട്രിബ്യൂഷൻ ആക്കി വിടുന്നു. ഇവിടെയും സെയിം അതേ കണ്ടീഷനാണ്. ഒരു ലെവൽ ഓപ്പൺ ആണെങ്കിൽ 3 ലെവൽ ഓപ്പൺ ആണെങ്കിൽ 1 ഡയറക്റ്റ്, 6 ലെവൽ ഓപ്പൺ 2 ഡയറക്റ്റ്, 9 ലെവൽ ഓപ്പൺ 3 ഡയറക്റ്റ്, 12 ലെവൽ ഓപ്പൺ 4 ഡയറക്റ്റ്, 15 ലെവൽ ഓപ്പൺ 5 ഡയറക്റ്റ്. സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി